ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന നമ്മുടെ യെസ് ബാങ്കിന്റെ പുതിയൊരു റൂപേ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നമ്മുടെ പൈസ ബസാറും കൂട്ടിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവർ പുതിയൊരു ക്രെഡിറ്റ് കാർഡ് ഇറക്കിയിട്ടുണ്ട്. യെസ് ബാങ്ക് പൈസ സേവ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന പേര്. ഇത് ആക്ച്വലി റൂപേ വേരിയന്റിൽ അവൈലബിൾ ആണ്, മാസ്റ്റർ കാർഡ് വേരിയന്റിൽ അവൈലബിൾ ആണ്. പക്ഷേ റൂപേ കാർഡ് വേരിയന്റ് ആണെങ്കിൽ നമുക്ക് കുറേ ബെനിഫിറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം UPI പേയ്മെന്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് റൂപേ വേരിയന്റ് നമുക്ക് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ട് കിട്ടുന്നത് കേട്ടോ. മാസ്റ്റർ കാർഡ് ആണെങ്കിൽ നമുക്ക് ജോയിൻ ഫീസ് ഇല്ല, ആനുവൽ ഫീസ് 590 പ്ലസ് GST വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ നമുക്ക് നോർമലി പോലെ തന്നെ 1% ഫ്യൂൽ സർചാർജ് വേവ് ഓഫ് വരുന്നുണ്ട്, EMI ട്രാൻസാക്ഷൻ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. ബാക്കി എല്ലാ യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ യെസ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ ആപ്പ് തന്നെയാണ്. അത് ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇതിൻ്റെ മെയിനായിട്ട് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാഷ് ബാക്ക് ആണ്. നമുക്ക് ഓൺലൈൻ സ്പെൻസുകൾക്കൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് 3% വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഇത് ക്യാഷ് ബാക്ക് ഡയറക്റ്റ്ലി നമുക്ക് പോയിന്റ്സ് ആയിട്ടാണ് കിട്ടുക. പക്ഷേ നമുക്ക് ഈ സാധനം റിവാർഡ് പോയിന്റ് നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റിഡീം ചെയ്യാൻ എക്സ്ട്രാ കാശുകളോ സംഭവമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ റിവാർഡ് റേറ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓൾമോസ്റ്റ് 6 points ആണ് എവരി 200 rupees സ്പെൻഡിന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതായത് മിനിമം നമ്മൾ 200 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിതിന് പോയിന്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു പോയിന്റ്സ് എന്ന് പറയുന്നത് 1 രൂപയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് 3% തന്നെയാണ് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് വരുന്നത്. പോയിന്റ്സ് ഡയറക്ട്ലി അഡ്ജസ്റ്റഡ് ടു ക്രെഡിറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്യാപ്പിംഗ് വന്നിട്ടുണ്ട്. 5000 points ആണ് നമുക്ക് ഒരു മാസത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ 3% എന്നുള്ളത് 1.5% ആയിരിക്കും. പിന്നെ ബാക്കി എല്ലാ അതർ സ്പെൻസിനും നമുക്ക് 1.5% ക്യാഷ് ബാക്ക് കിട്ടുക. അത് UPI സ്പെൻസ് ആയിക്കോട്ടെ, ബാക്കി അതർ ഓഫ്ലൈൻ സ്പെൻസ് ആയിക്കോട്ടെ, എല്ലാത്തിനും. പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് UPI സ്പെൻസിനൊന്നും ക്യാപ്പിങ്ങും സംഭവമൊന്നുമില്ല. അപ്പോൾ അതൊരു നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 of the best UPI ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം തന്നെ. എന്ന് വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് 1.5% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്, ക്യാപ്പിങ്ങും ഇല്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂൽ സർചാർജ് ഓഫ് ഇടുന്നത് 500-ൻ്റെയും 3000-ൻ്റെ ഇടയിൽ അടിക്കുമ്പോൾ. അതുപോലെ തന്നെ അതിൽ GST നമുക്ക് തിരിച്ചു കിട്ടില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. അത് ഗവൺമെൻറ് സൈഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പെട്രോൾ അടിക്കുമ്പോൾ ആ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡ് കൊണ്ട് അടിക്കുക, അല്ലെങ്കിൽ ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പെട്രോൾ അടിക്കാൻ നോക്കണം, എന്നാൽ ചില പോയിന്റ് കിട്ടുള്ളൂ. ഇതിൽ നമുക്ക് ഫ്യൂൽ ക്രെഡിറ്റ് കാർഡിന് ഫ്യൂൽ അടിക്കുമ്പോൾ അതുപോലെ തന്നെ EMI ഫെസിലിറ്റീസിന്, റെന്റ് പേയ്മെന്റ്സിന്, അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ ഗവൺമെന്റ് സർവീസിന്റെ പേയ്മെന്റ്സുകൾ, അങ്ങനത്തെ സർവീസിനൊന്നും നമുക്ക് ജ്വല്ലറി പർച്ചേസിനൊക്കെ ഇതിനൊന്നും നമുക്ക് ക്യാഷ് ബാക്കോ റിവാർഡ് പോയിന്റ് ഒന്നും കിട്ടില്ല. അതൊക്കെ എക്സ്ക്ലൂഡഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിന്റ്സ് സംഭവമൊന്നും കിട്ടില്ല. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ പൈസ ബസാർ യെസ് ബാങ്കിന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ്. ഞാൻ യെസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റപ്പിന്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂടെ അപ്ലൈ ചെയ്യാൻ കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും. വിതൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും കേട്ടോ, മറക്കണ്ട. എന്താ വെച്ചാൽ യെസ് ബാങ്കിന്റെ നോർമലി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ കുറച്ച് പാടാണ്, അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് പ്രോഗ്രാമാണ്. നമ്മുടെ പുതിയ ചാനൽ GHH വേൾഡ് കാണാത്ത പോയി കണ്ടു നോക്കുക. നമ്മളൊരു ടെക്നിക്കൽ ന്യൂസും ഫൈനാൻഷ്യൽ ന്യൂസുകളും അതുപോലെ ഗാഡ്ജറ്റ് റിവ്യൂസും ഗാഡ്ജറ്റ് കമ്പാരിസനൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ പേജ് ഫോളോ അടിച്ചാൽ മതി, മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.